അപ്പോൾ ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ളയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ്റെ ഭീഷണി വരുന്നു. യുദ്ധത്തിൽ തങ്ങൾ വിജയിക്കുകയാണെന്ന് ഇസ്രയേൽ പറയുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയതുള്ള ഖമേനിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും വാർത്ത വരുന്നുണ്ട്. അതുപോലെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് വൻ സുരക്ഷാ വലയം ഏർപ്പെടുത്തിയെന്നും വാർത്ത വരുമ്പോൾ പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. മേക്കപ്പ് ഒക്കെ നന്നായോ? അതെ, മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എസ് കെ. അല്ലെങ്കിൽ തന്നെ ഗ്ലാമറസ് ആണല്ലേ. എന്തിനാണ് എനിക്ക് ഒരു വിദേശകാര്യം പറഞ്ഞാൽ ഇത്രയും സൗന്ദര്യം തന്നത് എന്നായിരിക്കും പി ആലോചിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. പിയുടെ നാവിന്റെ ഒരു വഴക്കമേ. ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഇനി പശ്ചിമേഷ്യയിലേക്ക്. പശ്ചിമേഷ്യ വല്ലാത്ത രീതിയിൽ യുദ്ധഭീതിയിലാണ്, യുദ്ധത്തിൽ തന്നെയാണ്. പക്ഷെ അത് വ്യാപിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ എസ് കെ എൻ ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ഹെസ്ബുള്ള, ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവ് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടുത്തെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. ഇത് ചരിത്രപരമായ വഴിത്തിരിവാണ്. അത് ഇസ്രായേലിന് അനുകൂലമാണോ അല്ലെങ്കിൽ പാലസ്തീന് അനുകൂലമാണോ എന്ന് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ കോൺഫ്ലിക്റ്റിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ നേതാവ്, ഹെസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷേ ഈ യുദ്ധം ഒരു വർഷം ഗസയിൽ ഹെസ്ബുള്ളയുമായിട്ടുള്ള ഇത് കഴിഞ്ഞ 10 മാസമായിട്ട് അതിനിടയിൽ ഒരുപക്ഷെ ഇസ്രായേൽ നേടുന്ന വലിയ ഒരു തന്ത്രപരമായ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം പ്രധാനപ്പെട്ട ഹെസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നേതാക്കളെ ഒന്നിനു പിറകെ ഒന്നായി വധിക്കുകയും പേജറും വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തുകയും യഥാർത്ഥത്തിൽ ഹെസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഹമാസിൻ്റെയും ആ നേതൃനിരകളെ മുഴുവൻ ആഘാതത്തിലാക്കിയിരിക്കുകയാണ്. അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇറാൻ സാക്ഷാൽ പരിഭ്രാന്തിയിലാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് ഇതിനെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനി. പക്ഷേ പ്രധാനപ്പെട്ട ഇറാനിൻ്റെ പിന്തുണയുള്ള ഹെസ്ബുള്ളയുടെ ഹമാസിൻ്റെ ഒക്കെ നേതാക്കളെ വധിച്ച സാഹചര്യത്തിൽ ഇനി എത്താൻ പോകുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവിലേക്കാണെന്നുള്ള ഇൻ്റലിജൻസ് വന്നതിനെ തുടർന്ന് ആയത്തുള്ള ഖമനിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി, അദ്ദേഹം ഹെലികോപ്റ്റർ ക്രാഷിൽ കൊല്ലപ്പെട്ടത് അത് യാദൃച്ഛികമായിരുന്നില്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേജർ ഉണ്ടായിരുന്നു, പേജർ പൊട്ടിത്തെറിച്ചിട്ടാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഇസ്രായേലാണെന്നുള്ള ആരോപണമുയരുന്നു. അപ്പോൾ അവർ ഹെസ്ബുള്ളയെ മാത്രമല്ല, ഹമാസിനെ മാത്രമല്ല, അതിൻ്റെ നേതാക്കൾക്കപ്പുറത്ത് ഇതിൽ ഇറാൻ്റെ പ്രോക്സി വാറിന് നേതൃത്വം നൽകുന്ന ഇറാനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നേതാക്കളൊക്കെ കനത്ത സുരക്ഷാ വലയത്തിലാണ്. പരമോന്നത നേതാവിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവർ മണത്തറിഞ്ഞിട്ടുണ്ട്. ഉള്ളിലും ലെബനനിലും അതുപോലെ ഗസയിലും ഇസ്രായേലിന് വലിയ ഒരു ചാര നെറ്റ്വർക്ക് മൊസാദിൻ്റെ ഉണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് തന്നെയാണ് വരുന്നത്. എസ് കെ ഈ നസ്രുള്ളയെ വധിച്ച കാര്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ താവളം എവിടെയാണെന്ന് നേരത്തെ ഇസ്രായേൽ കണ്ടെത്തുകയും വലിയ പ്രമുഖ ഉന്നത നേതാക്കളുമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ടണലിൻ്റെ ഉള്ളിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണം നടത്തിയത്. ഏതാണ്ട് 80 തവണയാണ് ബോംബിംഗ് നടത്തിയത്. അവിടുത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന പോലെ ഈ ബസ്റ്റർ ബോംബുകൾ ബ്ലാസ്റ്റ് ചെയ്ത് 6 മീറ്റർ അടിയിൽ ചെന്ന് ആണ് അദ്ദേഹത്തെ വധിച്ചതെന്ന വാർത്ത കൂടി വരുന്നു. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അസംബ്ലിയിൽ ഇതൊരു ഐതിഹാസിക വിജയമാണെന്ന് അവകാശപ്പെട്ടു. അദ്ദേഹത്തിന് വലിയ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയം 5ഉം 6ഉം ഇതുള്ള സുരക്ഷാ വലയമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരുക്കിയിട്ടുള്ളത്. ഇസ്രായേലിന് നേരെ ആക്രമണം നടക്കുമെന്ന് ഉള്ള പ്രഖ്യാപനവും ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പി ജെയിംസ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യുക്രൈൻ യുദ്ധം തന്നെയാണ്. അത് വ്യാപിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായിട്ട് ചൈന രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ടു എന്ന രീതിയിലും വാർത്ത വരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ ചെറിയ വേൾഡ് വാർ അല്ലെങ്കിൽ പോലും ഈ രാജ്യങ്ങൾ തമ്മിൽ ഓരോ കുടക്കീഴിൽ കയറി പണ്ടത്തെ ഈ കോൾഡ് വാറിനെ ഓർമ്മിക്കുന്ന രീതിയിൽ യുദ്ധത്തിന് ഒരുങ്ങിയാൽ ഈ മനുഷ്യരാശിയുടെ അവസ്ഥ എന്താകും പി ജെയിംസേ? ഇത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ്. കാരണം ആയുധ കച്ചവടക്കാർ ദശലക്ഷക്കണക്കിന് കോടി സമ്പാദിക്കുന്ന ഒരു ബിസിനസ്സാണത്. അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെയൊക്കെ തലവന്മാരെ എന്ത് കൊടുത്തിട്ടാണെന്നറിയില്ല, ഇവരെയൊക്കെ രംഗത്തിറക്കി യുദ്ധം ചെയ്യിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക, അതിൽ നിന്ന് ഈ ചോര കുടിച്ച് നേട്ടമുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അവരാണ് അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ. പിന്നെ ഈ പ്ലെയേഴ്സൊക്കെ ഉണ്ട്.
അത് ഓരോ ഘട്ടത്തിലും ഹിറ്റ്ലറെ പോലെ പെരുമാറുന്ന ആൾക്കാർ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഇപ്പോൾ യുക്രൈൻ യുദ്ധം ഇപ്പോൾ തന്നെ ഈ മണിക്കൂറുകളിൽ SKN സുമി എന്ന സ്ഥലത്ത് നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ ഒരുപാട് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു, 9 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതിഷേധിച്ചിട്ടുണ്ട്. പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണ്. അതിനിടയിലാണ് ഒരുപക്ഷെ SKN ഇത് വ്യാപിക്കുന്നതിൽ വല്ലാത്ത ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ചൈന ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചു. ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി പറഞ്ഞത് ഈ രീതിയിൽ പോയാൽ യുക്രൈൻ യുദ്ധം കൈവിട്ടു പോകും, അണ്വായുധ പ്രയോഗത്തിലേക്ക് വരെ എത്തും. ചൈനയുടെ പിന്തുണ പരോക്ഷമായി റഷ്യയ്ക്കാണ്. എന്നാലും ഈ തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന വാദമാണ് ഉയർന്നത്. അതിനിടയിൽ SKN ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ട്രംപ് സെലൻസ്കിയെ കാണാൻ വിസമ്മതിച്ചു എന്നുള്ളത്. പക്ഷേ ഇതിനിടയിൽ അവിടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ സെലൻസ്കി അധികം ജോ ബൈഡനെ കണ്ടു വൈറ്റ് ഹൗസിൽ. അതിനുശേഷം അദ്ദേഹം പോയത് ട്രംപ് ടവറിലേക്കാണ്. അവിടെ വലിയ ബിസിനസ് സാമ്രാജ്യമുണ്ട് ട്രംപിന്. അവിടെ വെച്ച് 45 മിനിറ്റ് കൂടിക്കണ്ടു. ഒരുപക്ഷെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഉക്രൈൻ യുദ്ധം ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ബി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി ബി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.